ഗൈസ്, ഇതൊരു ജന്മാഷ്ടമി വ്ളോഗാണ്. ആസ് യൂഷ്വൽ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ ദീമോള് തന്നെയായിരുന്നു കേട്ടോ. ഒരു വിഷു ദിവസത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീമോളെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റാർ ആവാനുള്ള എല്ലാ റൈറ്റും പുള്ളിക്കാരത്തേക്ക് ഉണ്ട് കേട്ടോ. ദിയുവിന് എൻ്റെ പോലെ തന്നെ ഒരുങ്ങാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തെ റെഡിയാക്കൽ വലിയ ടാസ്ക് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഇവൻ മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ തന്നെ പുള്ളിക്കാരത്ത് കിടന്നൊക്കെ തന്നു ഒരുപാട് നേരം. ആളെ റെഡിയാക്കി അപ്പം തന്നെ ചേട്ടനോട് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു. കാരണം എത്ര നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൾ ഇവിടെ നിന്ന് പോയി ജാഥയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നത് വരെ ഇതേ കോസ്റ്റ്യൂം ആൾ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാട്ടോ. എനിക്ക് ദീമോളെ രാധയാക്കണേലും കുഞ്ഞികൃഷ്ണനായിട്ട് കാണാനാട്ടോ എപ്പോഴും ഇഷ്ടം. അവളുടെ ഈ കുറുമ്പിന് കൃഷ്ണവേഷം അല്ലാണ്ട് വേറെ എന്താ കെട്ടിക്കുക ആളെ. ആളെ റെഡിയാക്കി കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. കുട്ടികൾ വളരെ കുറവായിരുന്നു കേട്ടോ ജാഥയ്ക്ക്. ഞാനൊക്കെ 10ാം ക്ലാസ് വരെ ഏകദേശം ബാലഗോകുലത്തിൻ്റെ ഈ പരിപാടിക്ക് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് മനക്കിപ്പടി സ്കൂളിൽ ചെല്ലണം റെഡി ആവാനായിട്ട്. 4 മണിയോടുകൂടിയാണ് റെഡിയാക്കി പുറത്തേക്ക് ഇറക്കുക. അന്ന് ജാഥയ്ക്ക് പോയി എക്സൈറ്റഡ് ആയിട്ട് ചെയ്തിരുന്നത് അതിൻ്റെ കാലത്തുണ്ടായിരുന്ന ഡ്രോയിങ് കോമ്പറ്റീഷനും പ്രശ്നോത്തരിക്കൊക്കെ പങ്കെടുക്കലാട്ടോ. അതിലൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടിയാൽ നമുക്ക് നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട് അവിടെ നിന്ന്. എല്ലാം കഴിഞ്ഞ് ജാഥ അമ്പലത്തിൽ കയറുമ്പോൾ നല്ലൊരു അവിൽപ്പൊതി കിട്ടാറുണ്ട്. അത്രയും നേരത്തെ നടന്ന ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, ഏറ്റവും രുചിയുള്ള അവിൽപ്പൊതി അതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസും ഒരു പൊതി എണ്ണയും കിട്ടിയപ്പോൾ ദീമോമ് ഹാപ്പി.